അർജുന്റെ ട്രക്ക് കണ്ടെത്തിയ സ്ഥലത്തേക്ക് നാവികസേന യാത്ര തിരിച്ചെങ്കിലും ശക്തമായ മഴയും കാറ്റുമുള്ളതിനാൽ ഇപ്പോൾ കരയ്ക്ക് കയറിയിരിക്കുകയാണ്. എന്തായാലും ട്രക്ക് കണ്ടെത്തിയെന്ന വാർത്ത കുറച്ചു മുമ്പാണ് അവിടുത്തെ റവന്യൂ മന്ത്രി സ്ഥിരീകരിച്ച് എക്സിൽ പോസ്റ്റ് ചെയ്തത്. അർജുന്റെ ട്രക്ക് തന്നെയാണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. 20 മീറ്റർ മാറിയാണ് ലോറി കണ്ടെത്തിയിരിക്കുന്നത്. ഉത്തര കന്നഡയിലെ അങ്കോല ശിരൂരിൽ കുന്നിടിഞ്ഞ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഓടിച്ചിരുന്ന ലോറിയാണ് കണ്ടെത്തിയതെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും അർജുൻ അവിടെ തന്നെ ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് എല്ലാവർക്കുമുള്ളതെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു. അർജുനെ രക്ഷപ്പെടുത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഇപ്പോൾ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കനത്ത മഴ ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. പുഴയിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ ഇപ്പോൾ ഹെലികോപ്റ്റർ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡീപ് സെർച്ച് ഡിറ്റക്ടർ അടക്കം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു തെരച്ചിൽ നടത്തിയത്. പുഴയുടെ അടിഭാഗത്ത് ലോറി കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരേ ഗൌഡയാണ് സ്ഥിരീകരിച്ചത്. തുടർന്ന് ഇത് അർജുന്റെ ലോറിയെന്ന് SP സ്ഥിരീകരിക്കുകയായിരുന്നു. കരയിൽ നിന്ന് 15 മീറ്റർ താഴ്ചയിലാണ് ലോറി കിടക്കുന്നത്. നിലവിൽ നദിയുടെ കരയോട് ചേർന്ന ഭാഗത്ത് ഡീപ് ഡൈവേഴ്സ് പരിശോധന നടത്തുന്നുണ്ട്. ബൂം എക്സലേറ്റർ ഉപയോഗിച്ച് ലോറി കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് വിവരം. പ്രദേശത്ത് ഇപ്പോൾ ശക്തമായ മഴ തന്നെ തുടരുകയാണ്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ രാത്രിയിലും പരിശോധന തുടരാനാണ് സാധ്യത. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായി നടത്തിയ തിരച്ചിലിൽ ലോറിയുടെ ലൊക്കേഷൻ എന്ന് സംശയിക്കുന്ന ചിത്രം നേവി പുറത്തുവിട്ടിരുന്നു. സോണാർ സിഗ്നൽ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ ലോങ് ആം ബൂമർ എക്സ്കവേറ്റർ നദിയിൽ ഡ്രഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കും. ലോഹത്തിന് സമാനമായ വസ്തു നേരത്തെ കണ്ടെത്തിയിരുന്നു. ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള തിരച്ചിലിനിടയിലാണ് ഇത് കണ്ടെത്തിയത്. ഇത് അർജുന്റെ ലോറിയാണെന്ന സംശയത്തിലാണ് രക്ഷാപ്രവർത്തകർ. ഉന്നത ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം അപകട സ്ഥലത്തെത്തും. വെള്ളത്തിനടിയിലുള്ള വസ്തുക്കളെ കണ്ടെത്തുന്നതിനും അവയുടെ സഞ്ചാരദിശ, വേഗം തുടങ്ങിയവ മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്ന ശാസ്ത്ര സംവിധാനമാണ് സോണാർ. ഇന്നലെ പുഴയിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. കുന്നിടിഞ്ഞ് പുഴയിലേക്ക് വീണ് കരയിലേക്ക് വെള്ളം ഇരച്ചു കയറിയപ്പോൾ കാണാതായ സണ്ണി ഹനുമന്ത ഗൌഡയുടെ മൃതദേഹമാണ് 4 കിലോമീറ്റർ അകലെ മഞ്ചിക്കുണി ഗ്രാമത്തിൽ നിന്ന് ലഭിച്ചത്. സണ്ണി മണ്ണിനടിയിലായെന്ന് കരുതിയിരിക്കെയാണ് മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. 16 രാവിലെ 8:30 ശിരൂരിൽ കുന്നിടിഞ്ഞ റോഡിലേക്കും ഗംഗാവാലി പുഴയിലേക്കുമായി വീണത്. അന്ന് കാണാതായ അർജുനായി ഇതുവരെ കരയിലും പുഴയിലുമായി നടത്തിയ തെരച്ചിലുകളൊന്നും ഫലം കണ്ടില്ല. ദേശീയപാതയിലെ മണ്ണ് പൂർണ്ണമായും നീക്കിയിട്ടും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് തെരച്ചിൽ പുഴയിലേക്ക് കൂടി വ്യാപിച്ചത്. റഡാർ പരിശോധനയിൽ പുഴയിൽ നിന്ന് ചില സിഗ്നലുകൾ കിട്ടിയിരുന്നു. അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും. അതിനായുള്ള പ്രാർത്ഥനയിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും ഒടുവിൽ അർജുന്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുകയാണ്. ഉടൻ തന്നെ ഇത് പുറത്തേക്കെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ കനത്ത മഴ മൂലം ഇത് നീണ്ടു നിൽക്കുന്ന അവസ്ഥയാണ്.